അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയുടെ കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു എന്നതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദാനശീലത്തെയും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയും സൂചിപ്പിക്കുന്നു. ഈ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയുടെ ഉദാഹരണമായി പരിഗണിക്കപ്പെടുന്നു. അറിയണമെന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ഹദീസ്, ഇത് ജിബ്രീൽ എന്ന മാലാഖ പ്രവാചകനോട് വന്ന് പറയുന്നൊരു സാഹചര്യവും ഒരു സന്ദർഭവും അദ്ദേഹം ഇരിക്കുന്ന ഒരു പ്രതലവും ഒക്കെ ആ ഒരു ഹദീസിനോട് ചേർത്ത് തന്നെ പറയുന്നുണ്ട്. ജമിനിക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അറിയാം? വെറുതെ ക്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, വെറുതെ നടക്കേണ്ട ആവശ്യമില്ല. ആശയപരമായിട്ട് ആദർശപരമായിട്ട് ചർച്ച ചെയ്യേണ്ടത് വരും. അങ്ങനല്ലേ? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ പറഞ്ഞു, റബിയ തങ്ങൾ സൽനി എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഇന്നാലിനെ അത് ഇത് മാത്രമേ ചോദിച്ചാൻ പാടുള്ളൂ, മറ്റേ ചോദിക്കണ്ടെന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുന്ന പറഞ്ഞത്. അപ്പൊ റബിയ തങ്ങൾ ചോദിച്ചില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ ഒരു സീറ്റ്. അപ്പൊ അത് ഞാനല്ലേ, ഷിർക്കാവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷിർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കാരണം അള്ളാഹിനോട് ചോദിച്ചല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഷിർക്കാവും എന്നാണ് നിങ്ങൾ പറയുന്നത്. സുന്നികൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട് എന്ത് വിഷയങ്ങൾക്കും. കാരണം സ്വർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് അതിനുള്ള. അതല്ലേ സിദ്ദീഖും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ 10 ആളുകളെ എണ്ണിയില്ല. അശറത്തുൽ മുബശ്ശിരീങ്ങൾ ആരാ എണ്ണിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, അള്ളാഹ് ഏറ്റെടുത്തു. അങ്ങനല്ലേ? അങ്ങനെ തങ്ങളെ ഇഷ്ടം അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലല്ലേ തങ്ങൾ ചെയ്യുള്ളൂ. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ജെമിനി എന്താ പറയുന്നതെന്ന് നോക്കാം. അതിനുശേഷം ChatGPT അതിൽ ലഭിക്കുന്ന മറുപടി എന്താണെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം ജെമിനിയോട് ചോദിക്കാം, എന്താണ് ജെമിനി പറയണമെന്ന് നോക്കുക. ഈ മൊയിലിയക്കന്മാർ ഇങ്ങനെ പൊട്ടപ്പോയത്തും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അല്ലേ? ഹായ് ജെമിനി, ഹൗ ആർ യു? I am an AI, so I don't have personal feelings or emotions like humans do, but I am here to assist and help you with whatever you need. How can I help you today? യെസ്. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് AI എന്നുള്ളത്? സാധാരണ ദിവസങ്ങളിലൊക്കെ അവറിയു ചോദിക്കുന്നതിന് ഫൈനും ഒക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മറുപടി പറയല്ലേ. ഇന്ന് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചോദ്യത്തിൻ്റെ ബാക്കിയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ജെമിനി ഇന്ന് ഇസ്ലാമിക്കായിട്ടൊരു കാര്യമാണ് ചോദിക്കുവാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നുകൊണ്ട് റബിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി സ്വർഗം ചോദിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഹദീസ് ജെമിനിയുടെ ഡാറ്റയിലുണ്ടോ? ഞാനൊരു വലിയ ഭാഷ മോഡലാണ്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ സ്വഹാബികളെക്കുറിച്ചുമുള്ള നിരവധി ഹദീസുകൾ എനിക്കറിയാം. റബിയ എന്ന പേരിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഹദീസുകൾ ഞാൻ പരിശോധിക്കാം. താങ്കൾക്ക് ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് വേണ്ടത്? കൂടുതൽ വ്യക്തമാക്കിയാൽ ഞാൻ എത്രയും വേഗം കണ്ടെത്തി തരാം. ശരി, ഇപ്പോൾ ജെമിനി കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുക എന്നതിനപ്പുറമായിക്കൊണ്ട് ഒന്നുകൂടി വ്യക്തമായിക്കൊണ്ട് പറയുക എന്നത് ആ ഒരു ചോദ്യത്തിന് നല്ല മറുപടിയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. റബിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലെത്തുവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ജെമിനി. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഒരു റിവായത്തല്ല, പല റിവായത്തിലൂടെ അത് പരാമർശിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്കൾക്ക് എന്താണ് ആ ഹദീസ് സംബന്ധമായിട്ട് പറയാനുള്ളത്? ഏതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്? പ്ലീസ്.
അതെ, റബിയ ബിൻ ക്യാബ് അൽ അസ്ലമി എന്ന സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തനിക്ക് അവിടത്തോടൊപ്പം സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായി വന്നിട്ടുണ്ട്. ഈ സംഭവം ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്റെ മുസ്നദിലും മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഈ ഹദീസ് റബിയയുടെ പ്രവാചകരോടുള്ള സ്നേഹവും ഭക്തിയുമാണ് കാണിക്കുന്നത്. തനിക്ക് സ്വർഗം ലഭിക്കണമെന്നതിനുപരി പ്രവാചകനോടൊപ്പം സ്വർഗത്തിലായിരിക്കാനുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. ഇതിന് മറുപടിയായി പ്രവാചകൻ അവിടുത്തെ സുജൂദുകൾ കൂടുതലാക്കി സ്വർഗം നേടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ സംഭവം നമുക്ക് സ്വർഗം നേടാനുള്ള പ്രയത്നത്തിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ പ്രവാചക സ്നേഹത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഈ ഹദീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടിയുണ്ട്. ഈ ഹദീസ് മുസ്ലിമിൽ, അതായത് സ്വഹീഹുൽ മുസ്ലിമിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുസ്നദ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മുസ്നദിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് റബിയ റളിയല്ലാഹു തആല അൻഹു ഈ പറയപ്പെട്ട വിഷയം ചോദിച്ചത്. ഇത് ചില ആളുകൾ പറയുന്നുണ്ട്, ഇത് ദുർവ്യാഖ്യാനിച്ച് പറയലുണ്ട്. പ്രവാചകനോട് സ്വർഗം ചോദിച്ചു, പ്രവാചകൻ സ്വർഗം നൽകി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ പ്രവാചകൻ അള്ളാഹുവിന് വേണ്ടി നിസ്കാരം അധികരിപ്പിക്കുവാൻ, സുജൂദുകൾ അധികരിപ്പിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇബാദത്ത്, ആരാധന അധികരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗം നൽകുന്നവൻ അള്ളാഹുവാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുവാനുള്ള ഒരു സ്രോതസ്, ഒരു മാർഗമല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്തത്? ജമിനി, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം നൽകാനുള്ള അധികാരമുള്ള ആളല്ല. സ്വർഗം നൽകുന്നത് അള്ളാഹു ആണ്. പ്രവാചകൻ അവിടുത്തെ ഉമ്മത്തിന് സ്വർഗത്തിലേക്കുള്ള പാത എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിലൊന്നാണ് സുജൂദ് അഥവാ നമസ്കാരം അധികരിപ്പിക്കുക എന്നത്. റബിയയുടെ ആഗ്രഹത്തിന് മറുപടിയായി പ്രവാചകൻ അവിടുത്തോട് സുജൂദുകൾ അധികരിപ്പിക്കാൻ പറഞ്ഞതിലൂടെ ആരാധനകളിലൂടെ സ്വർഗം നേടാനുള്ള പ്രയത്നത്തിന്റെ ആവശ്യകതയാണ് പഠിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ഹദീസുകൾ പരിശോധിക്കാവുന്നതാണ്. താങ്കൾക്ക് അത്തരം വിവരങ്ങൾ ആവശ്യമുണ്ടോ? നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഏകദേശം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി അറിയാത്ത ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ കുൽസിത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ് ഈ ഉള്ളവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ റബിയ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചോദ്യം, അവിടെ പ്രവാചകൻ സ്വർഗം നൽകുകയല്ല ചെയ്തത്, സ്വർഗം ലഭിക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, അതുപോലെ തന്നെ ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഒരു വിഷയം, ഇന്ന ആളുകൾ സ്വർഗത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനം താങ്കളുടെ ഡാറ്റയിലുണ്ടോ? അതെ, ആ ഹദീസിനെ പറ്റി താങ്കൾ പറഞ്ഞത് ശരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരുൾപ്പെടെ 10 സഹാബികൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഈ ഹദീസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ഹദീസ്, ഇത് ജിബ്രീൽ എന്ന മാലാഖ പ്രവാചകനോട് വന്ന് പറയുന്നൊരു സാഹചര്യവും ഒരു സന്ദർഭവും അദ്ദേഹം ഇരിക്കുന്ന ഒരു പ്രതലവും ഒക്കെ ആ ഒരു ഹദീസിനോട് ചേർത്ത് തന്നെ പറയുന്നുണ്ട്. ജമിനിക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അറിയാം? പ്രസിദ്ധമായ ജിബ്രീൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഈ സംഭവം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ വിവരിക്കുന്നതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. ഒരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു അദ്ദേഹം വന്നത്. താടിയും മുടിയും വെളുത്ത ഒരാൾ. പ്രവാചകന്റെ തുടകളോട് ചേർന്ന് ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇസ്ലാം, ഈമാൻ, എഹ്സാൻ എന്നിവയെക്കുറിച്ച് ചോദിച്ചു. പ്രവാചകൻ അവയ്ക്ക് മറുപടി നൽകി. അവസാനം പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണെന്ന്. ഈ ഹദീസിൽ പ്രവാചകനും ജിബ്രീലും തമ്മിലുള്ള സംഭാഷണം ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നു. താങ്കൾക്ക് ഈ ഹദീസിന്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയണമോ? അല്ല, ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഡൈവേർട്ടായി പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന തുടങ്ങി
സുബൈർ റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള 10 സ്വഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയല്ലേ ഈ പ്രവാചകനോട് ഈ വിഷയങ്ങൾ വന്ന് പറയുന്നത്? അത് പ്രവാചകന് വഹിയല്ലേ ഈ 10 സ്വഹാബിമാർ സ്വർഗത്തിലാണ് എന്നുള്ള ആ ഒരു കാര്യം? പ്രവാചകൻ ഒരു കിണറിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്തല്ലേ ഇത് വന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടോ താങ്കളുടെ കയ്യിൽ? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവർ ഉൾപ്പെടെയുള്ള 10 സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് 10 സഹാബിമാരുടെ ശ്രേഷ്ഠതയും സ്വർഗം ഉറപ്പിക്കപ്പെട്ടവരാണെന്നുമുള്ള തെളിവാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വിവരം പ്രവാചകന് വഹിയിലൂടെയാണ് ലഭിച്ചത്. ഒരു കിണറിന്റെ അടുത്തിരിക്കുമ്പോഴാണോ ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പരാമർശം എല്ലാ ഹദീസുകളിലുമില്ല. എന്നാൽ പ്രവാചകന് വഹി ലഭിക്കുന്നത് പല രൂപത്തിലുമായിരുന്നു. ഈ ഹദീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? ജമിനി, അത് കുഴപ്പമില്ല. കാര്യം പ്രവാചകൻ ഒരു കാലുകൾ കിണറിൻ്റെ ഭാഗത്തേക്ക് തൂക്കിയിട്ട് അങ്ങനെ എന്തോ ഒരു ഇതിലാണ് എൻ്റെ ഓർമ്മ. ചിലപ്പം അത് തെറ്റായിരിക്കാം. ഇത് പല റിവായത്തുകളിലൂടെ വന്ന സാഹചര്യമുണ്ട്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യം, പ്രവാചകന് ദിവ്യ സന്ദേശം എത്തിയതിന് ശേഷം ഖുർആനല്ലാതെ ദിവ്യ സന്ദേശങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഒരു സന്ദേശവുമായിട്ട് മെസ്സഞ്ചർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വരികയാണ്. എന്നിട്ട് പറയുകയാണ് അബൂബക്കർ സിദ്ദീഖും ഫിൽ ജന്ന, അല്ലെങ്കിൽ അബൂബക്കറും ഫിൽ ജന്ന എന്ന് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് കാരണത്താലാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്? അതിൻ്റെ ഒരു കാര്യം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ പലതാണ്. അതിലൊന്ന്, അദ്ദേഹം ഇസ്ലാമിനെ ഏറ്റവും അധികം പിന്തുണച്ച വ്യക്തിയായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സഹാബിയും ആദ്യത്തെ ഖലീഫയുമായിരുന്നു അദ്ദേഹം. വിശ്വാസത്തിന്റെ പാതയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ശരി, ഇപ്പോൾ എനിക്കറിയേണ്ട ഒരു കാര്യമുള്ളത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗം ലഭിക്കുവാൻ കാരണമായ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന്, ബിലാൽ ഇബ്നു റബാഹ എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതാണ് എന്ന് ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എത്രത്തോളം ജമിനിയുടെ ഡാറ്റയുണ്ട്? അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയുടെ കാരണങ്ങളിൽ ഒന്ന്, അദ്ദേഹം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു എന്നതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദാനശീലത്തെയും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയും സൂചിപ്പിക്കുന്നു. ഈ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയുടെ ഉദാഹരണമായി പരിഗണിക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമോ? ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രവാചകന് സ്വർഗം നൽകുവാൻ കഴിയില്ല, സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുവാനുള്ള ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ഓക്കെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ഇവിടെ എനിക്ക് പറയുവാനുള്ളത്, പ്രവാചകനല്ല സ്വർഗം നൽകിയത്, അള്ളാഹു ആണ് അള്ളാഹുവിൻ്റെ ഔദാര്യമായിക്കൊണ്ട് സ്വർഗം നൽകിയത്. ഓക്കെ, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കുവാനുള്ളത്, മനസ്സിലാകുവാനുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടാൻ സാധ്യമായ അതിന് കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ള കാരണങ്ങൾ വളരെ ധാരാളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസം, പ്രവാചകനോടുള്ള അതിരില്ലാത്ത സ്നേഹം, നീതിബോധം, ഇസ്ലാമിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ. ഖലീഫ എന്ന നിലയിൽ അദ്ദേഹം നടപ്പാക്കിയ നീതിനിഷ്ഠമായ ഭരണവും സ്വർഗം ലഭിക്കാൻ ഒരു കാരണമായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അറിയാനാണോ താല്പര്യം? ഇല്ല. അതിൽ ഒരു കാര്യം എനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീതിയുക്തമായ ഭരണവും സ്വർഗം ലഭിക്കുവാൻ കാരണമായി എന്ന് ജമിനി പറയുമ്പോൾ, ജമിനി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോൾ ഖലീഫ അല്ല ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഒരു സ്വഹാബി മാത്രമാണ്. പ്രവാചകൻ്റെ സന്തത സഹചാരി, അല്ലെങ്കിൽ മറ്റു അർത്ഥത്തിലൊക്കെ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട
ഒരു സ്വഹാബി വര്യനാണ്. എന്നാൽ പ്രവാചകന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും കാലശേഷമാണ് അദ്ദേഹം ഭരണാധികാരിയാവുന്നത്. അപ്പോൾ ഭരണാധികാരത്തിലെ അല്ലെങ്കിൽ നീതിമാനായ ഭരണാധികാരിയാണ് സ്വർഗം ലഭിക്കുവാൻ കാരണം എന്നുള്ളത് എങ്ങനെ നമുക്കത് ശരിയാവുക? താങ്കളുടെ പോയിന്റ് വളരെ ന്യായമാണ്. ഞാൻ നീതിയുക്തമായ ഭരണം ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ പൊതുവായ പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്കും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും സ്വർഗം ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടി വ്യക്തമാക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. ഇനി മറ്റു 2-3 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ 3ാമത്തെ ഖലീഫ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. 2. അദ്ദേഹം എളിമയും ഔദാര്യവും മുഖദ്രയാക്കിയ വ്യക്തിയായിരുന്നു. 3. അദ്ദേഹം ശാന്തത, ഭയഭക്തി, നീതിനിഷ്ഠ തുടങ്ങിയ സവിശേഷ ഗുണങ്ങളാൽ അറിയപ്പെട്ടിരുന്നു. 4. അദ്ദേഹം ധാരാളമായി ആരാധനകളിൽ മുഴുകുകയും രാത്രി നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. 5. അദ്ദേഹം രക്തസാക്ഷിയാവുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിച്ചത്. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വരൾച്ചയുടെ സമയത്ത് വെള്ളമില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം ധനികനായിരുന്നു എന്നാണ് അറിവ്. അദ്ദേഹം ഒരു കിണർ കുഴിച്ചു കൊടുത്തു. അത് ഈ ഇതിൻ്റെ കാരണത്തിലേക്ക് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗം ലഭിക്കാൻ കാരണമായ പ്രവർത്തനങ്ങളിൽ 1, അദ്ദേഹം ഒരു വരൾച്ചയുടെ സമയത്ത് വെള്ളമില്ലാതെ വിഷമിച്ച് ജനങ്ങൾക്കായി ഒരു കിണർ വാങ്ങുകയും അത് ജനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയും ചെയ്തതാണ്. ഇത് അദ്ദേഹത്തിന്റെ ഔദാര്യത്തെയും ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലിനെയുമാണ് കാണിക്കുന്നത്. ഈ സംഭവം അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തികളിൽ 1ആയി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ചോദിക്കുവാനുള്ളത്, പ്രവാചകന്റെ കാലശേഷം 4 ഖലീഫമാരിൽ 4ാം സ്ഥാനക്കാരനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. അദ്ദേഹം പ്രവാചകന്റെ മകനും ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളുമായിരുന്നു. 2. അദ്ദേഹത്തിന്റെ അസാധാരണമായ വിജ്ഞാനവും ധീരതയും. 3. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളും. 4. പ്രവാചകൻ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. ഇതൊക്കെയാണ് അലി റളിയല്ലാഹു അൻഹുവിന് സ്വർഗം ലഭിക്കാൻ കാരണമായ കാരണങ്ങൾ. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ചോദിക്കുവാനല്ല, ഒരു ചെറിയൊരു തെറ്റിദ്ധരുത്തുന്നുണ്ട്. പ്രവാചകന്റെ മകനും എന്നാണ് ജെമിനി പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തുക. മരുമകനാണ്. ഒന്ന് നേരത്തെ പറഞ്ഞൊന്ന് റീഡ് ചെയ്ത് നോക്കൂ. അതെ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനല്ല, മറിച്ച് മരുമകനാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, മരുമകൻ മാത്രമല്ല, മരുമകനാവുന്നതിന് മുമ്പ് പിതൃവ്യ പുത്രനും കൂടി ആയിരുന്നു, ഇല്ലേ? അതെ, അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവപുത്രൻ കൂടിയായിരുന്നു. താങ്കളുടെ ചോദ്യങ്ങൾ വളരെ നല്ലതാണ്. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനിയും ജെമിനിക്ക് ഒപ്പം കൂടാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, ഇതുവരെയും നല്ല നല്ല ചോദ്യങ്ങൾ ഏത് എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ വിലയിരുത്തുന്നില്ല, താങ്കൾ വിലയിരുത്തി കഴിഞ്ഞു. അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകിയ ജെമിനിക്ക് നന്ദി. വീണ്ടും കാണും വരയ്ക്കും വണക്കം. നന്ദി. താങ്കളുടെ ചോദ്യങ്ങളും വളരെ നന്നായിരുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് സംവദിക്കാം. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ജെമിനിനോട് അയിത്തം വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് പല സത്യങ്ങളും ഇവരിത് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്, പ്രവാചകന് സ്വർഗം നൽകാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും സ്വർഗം നൽകിയിട്ടില്ല. സ്വർഗത്തിലേക്ക് അതന്നെയല്ലേ പ്രവാചകന്റെ പണി. ശിർക്കിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. എന്താണ് കിട്ടുക? സ്വർഗം കിട്ടും. അത്
ഈ റബിയ റളിയല്ലാഹുവിനോട് മാത്രമല്ല എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.